വർഷം കഴിഞ്ഞു, ഒരു വർഷം രണ്ട് മാസം ആവാറായി. എന്താണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ? ഇപ്പോൾ ഫിസിക്കലി അത് PT7 ഫുള്ളി ഫിറ്റാണ്. നമ്മൾ അല്ല അതിൻ്റെ ഭക്ഷണം ഹെൽത്തൊക്കെ റെഗുലർലി മോണിറ്റേർഡ് ആണ്. അപ്പോൾ നമ്മൾ പിടിക്കുന്നതിന് മുമ്പായിട്ട് അതിന് കാഴ്ചയ്ക്ക് ചെറിയൊരു കുറവ്, ഇടത്തെ കണ്ണിന് ചെറിയൊരു കാഴ്ച കുറവുണ്ടെന്ന് അന്ന് തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഇത് PT7 പിടിച്ച ശേഷം ഒരു ഡോക്ടർമാരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ലെഫ്റ്റ് കണ്ണിൽ ഒരു അഡ്വാൻസ് കാറ്ററാക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ദാറ്റ് ഈസ് ഇടക്കാലങ്ങളിലായിട്ട് നമ്മളത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അതിൻ്റെ ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ട് ഡോക്ടേഴ്സിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷനിൽ ചെറിയ കാഴ്ചക്കുറവ് ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്ന് പറയുന്നത് 6 മാസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരുപക്ഷെ ശസ്ത്രക്രിയയില്ലാതെ തന്നെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ പറ്റുന്നായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരിച്ചു വന്നിട്ടില്ല. അത് പൂർണ്ണമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അത് നമ്മളൊരു മെഡിക്കൽ കമന്റ് പറയാൻ മാത്രം ഞാനല്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു വശം നമ്മൾ ഡോക്ടേഴ്സായിട്ട് തന്നെ ആ ഒരു വിദഗ്ധ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയോട് നോക്കിയിട്ട് വേണം നമ്മൾ കൂടുതൽ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ തരത്തിലും ശാന്തനായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. പക്ഷേ വന്യമൃഗമാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കാട്ടിലേക്ക് വിടുമ്പോൾ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ബിഹേവിയറിൽ ചേഞ്ച് അപ്പോഴും ഉണ്ടാവാം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇൻ കസ്റ്റഡി ആയ കാരണം ചിലപ്പോൾ ഈ രീതിയിലാവും. പിന്നെ എല്ലാവരും നന്നായി പരിചരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്നേഹം ആന തിരിച്ച് കാണിക്കുന്നുണ്ട്. പിന്നീട് അതിന് ആനപ്രേമികളുടെ രംഗത്തെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്കുണ്ടോ? അതായത് അതിന് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ? ഇല്ല, അത് വനംവകുപ്പിന് ബേസിക്കലി അത് തിരിച്ച് വൈൽഡിലേക്ക് വിടാൻ തന്നെയാണ് ബേസിക് ആഗ്രഹം. പക്ഷെ അത് എത്രത്തോളം ഈ മൃഗത്തിന് അത് സാധിക്കും എന്നറിയില്ല, ആനയ്ക്ക് എത്രത്തോളം സാധിക്കും എന്നറിയില്ല. അപ്പോൾ അത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു വിദഗ്ധ സംഘം കോടതി നിർദ്ദേശപ്രകാരം ഓൾറെഡി രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് നമ്മൾ വനംവകുപ്പ് മുന്നോട്ട് പോകും. റിപ്പോർട്ട് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ നേരിട്ട് കോടതിക്ക് കൊടുത്ത കാരണം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓഫീസിൽ ലഭ്യമല്ല. കുട്ടിയാനയുണ്ട്. ഹെൽത്ത് കണ്ടീഷൻ കുട്ടിയാനയുടെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും പാലും അങ്ങനത്തെ ഭക്ഷണങ്ങൾ ലിക്വിഡ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. പുല്ല് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. സെൻസിറ്റീവാണ്. പക്ഷേ ദറ്റ് ഇസ് ഐ മീൻ ടു സേ ദറ്റ് ഇപ്പോഴും ആ ജുവനൈൽ സ്റ്റേജ് മാറിയിട്ടില്ല ആനയ്ക്ക്. കൂട്ടിൽ തന്നെയാണ്. പുറത്ത് ചില സമയത്ത് ഇടയ്ക്ക് നടക്കും, ഒരു എക്സസൈസിന് വേണ്ടിയിട്ടൊക്കെ നടക്കും. അവിടെ ഒരു ലേഡിയാണ് അതിൻ്റെ മെയിൻ പാപ്പാൻ. അത് അതിൻ്റെ അമ്മയുടെ പോലെ തന്നെ നോക്കുന്നുണ്ട് അതിന്. ഇല്ല, അതൊരു തീരുമാനമായിട്ടില്ല. ദാറ്റ് ബേസിക്കലി വനംവകുപ്പിനെ നമ്മൾ പിടിച്ചെടുത്ത എല്ലാ മൃഗങ്ങളെയും തിരിച്ച് കാട്ടിലേക്ക് വിടാൻ തന്നെയാണ് നമ്മളുടെ ബേസിക് ലക്ഷ്യം. പക്ഷെ അത് എത്രത്തോളം ആ മൃഗത്തിന് അത് സാധിക്കും, ആനയായാലും ബാക്കി എന്തായാലും പുലിയായാലും കടുവയായാലും എത്രത്തോളം അവർ കാട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ അതിജീവിക്കുന്നുള്ള ഒരു കാര്യം കൂടിയും പരിഗണിച്ചിട്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഭയങ്കര രൂക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ തന്നെ പല ഭാഗത്തും പുലി, കാട്ടാന, കടുവ കറങ്ങുന്ന സാഹചര്യം വളരെ ഇതായിട്ടുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും വനംവകുപ്പ് ഒരു ആലോചന നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ ഫെൻസിങ് അപ്പുറത്ത് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമ്മുടെ ഇതിലുണ്ടോ, കാഴ്ചപ്പാടിലുണ്ടോ? പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഈസി സൊല്യൂഷൻ അല്ല. അത് നമ്മൾ അത്രയും ഒരു പെർമനൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി വേണ്ടി വരും. ആ എമൗണ്ട് നമുക്ക് ഒന്നിച്ച് ഒരു വർഷം കിട്ടുക അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഈ ജോലി തീർക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ വനംവകുപ്പ് മാക്സിമം ഓരോ വർഷം ചെയ്യാൻ പറ്റുന്ന പരിമിതമായിട്ടുള്ള പൈസയിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുമ്പോൾ അതൊരു യൂട്ടോപ്പിയൻ കോൺസെപ്റ്റാണ്. ഒരു 100% പ്രോബ്ലം ഫ്രീ ലൈഫ് എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.